അതാണ് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും സായുജ്യമുള്ള മരണം എന്ന് പഠിച്ചവരാണ് ഞങ്ങള്, കൊതിക്കുന്നവരാണ് ഞങ്ങള്. ആ പേരിൽ മരണപ്പെടേണ്ടി വന്നാൽ, മുസൽമാനായതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാൽ, മുസൽമാനായതിൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്നാൽ അത് പുഞ്ചിരിച്ചുകൊണ്ട് ഏറ്റെടുക്കും. കഅബയുടെ നാഥനാണ് ജയിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. 60ഓളം അല്ലെങ്കിൽ 70ഓളം ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങൾ ശുപാർശ പറയും. ഞങ്ങൾ പടച്ചവന്റെ പക്കൽ ആഹാരം ലഭിച്ചുകൊണ്ട് ജീവിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മലക്കുകൾ ഞങ്ങൾക്ക് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ പുനരുത്ഥാന നാൾ വരെ മറ്റൊരു പ്രത്യേകതരം ജീവിതം അനുഭവിക്കും. അത് ഞങ്ങൾ മരിക്കുന്നത് പടച്ചവന്റെ വചനം ഉയർത്താനാണെങ്കിൽ ആ ത്യാഗപൂർണമായ ഒരു ജീവിതത്തെ, ആ സുന്ദരമായ ഒരു ജീവിതത്തെ മനസ്സുകൊണ്ടിട്ട് ആലോചിച്ച് നടക്കുന്നവരാ. തുറന്നിട്ട വഴികൾ കടന്നു വരാം. ആ വഴിയിലേക്ക് വെറും വാക്കുകളല്ല, ഇത് മുസൽമാന്റെ ധീരമായ വാക്കുകളാ. ഞാൻ മാത്രം പറയുന്ന വാക്കല്ല, ഈ ഉമ്മത്തിലെ വാക്കുകൾ. ഈ സമുദായം നോക്കി നിൽക്കുന്ന ചില ചുണ്ടുകളുണ്ട്. ആ ചുണ്ടുകൾ ഇപ്പോൾ മൗനമാണ്. ആ ചുണ്ടുകൾ മുസൽമാനോട് ആഹ്വാനം ചെയ്തു. അറബി ഭാഷാ സമരത്തിന്റെ സമയത്ത്, ഷാബാനോ കേസിന്റെ സമയത്ത് ഇറങ്ങാൻ സമയമായി എന്ന്. പിന്നെ അടങ്ങിയിരുന്നിട്ടില്ല. ഷാബാനോ കേസ് പ്രശ്നം പരിഹരിച്ച് ഇന്ത്യൻ പാർലമെന്റിനെ കൊണ്ട് നിയമം പാസ്സാക്കിച്ചിട്ട് ആ സ്ത്രീ പുരുഷന്മാർ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. അറബി ഭാഷയുടെ അവകാശം നേടിയെടുത്തിട്ട് പിന്നെ ഉമ്മത്ത് തുടങ്ങിയിട്ടുള്ളൂ. ആ 4-5 പേരുണ്ട് കേരളത്തിൽ. മത, രാഷ്ട്രീയ, സാമൂഹ്യ രംഗങ്ങളിൽ മുസ്ലിം സമുദായത്തെ നയിക്കുന്ന 3-4 പേർ. അവർ പറയട്ടെ. അപ്പോൾ അറിയാം മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം സ്ത്രീ പുരുഷന്മാർ രചിക്കുന്ന കഥ, ചരിത്രം എന്താണെന്ന്. അതുകൊണ്ട് മുസൽമാൻ അത്ര ഒരു വലിയ ജീവിതത്തെ സ്വപ്നം കാണുന്നവനാണ്. മരിച്ചതിന് ശേഷം തലക്കൊമ്പുറത്ത് വന്നിട്ട് അമർ ഹേ എന്ന് പറഞ്ഞ അമരുണ്ടാവില്ല. അത് സംഭവിക്കാനും പോണില്ല. കാലാകാലം ഒരു സ്വർഗീയ ജീവിതം സ്വപ്നം കാണുന്നവരാ, പ്രതീക്ഷിക്കുന്നവരാ ഉറച്ചും. അതുകൊണ്ട് മുസൽമാനെ, മുസ്ലിം സമുദായത്തെ, ഈ ഉമ്മത്തിന്റെ മക്കളെ എവിടെയെങ്കിലും ഒക്കെ ചപ്പടാച്ച് കാണിച്ച് മതവിരുദ്ധികളോ നിഷേധികളോ മതത്തിനോട് കൂറില്ലാത്തവരാക്കി തീർക്കാമെന്ന് ആരെങ്കിലും ഓർക്കുന്നുവെങ്കിൽ നടക്കാത്ത കാര്യമാണെന്ന് ഓർമ്മിക്കട്ടെ. അല്ല കൂട്ടര്, ഈ മിശ്ര വിവാഹം ഇത്ര പുണ്യപ്പെട്ടൊരു കാര്യമാണെങ്കിൽ കെട്ടടോ ബേബി പെടറായിന്റെ മോളെ പാർട്ടികൾ കൂട്ടി പറഞ്ഞു തമ്മിൽ നടത്തണോ. ആദ്യം സ്വന്തം പാർട്ടിയിൽ അംഗങ്ങളെ കൊണ്ട് നടപ്പിലാക്ക്. സ്വന്തം പാർട്ടിയിൽ അംഗങ്ങളെ കൊണ്ട് നടപ്പിലാക്കിയ മിശ്ര വിവാഹം 1% പോലും പേർ ആ പാർട്ടിയിൽ മിശ്ര വിവാഹിതരില്ലെന്ന് തിരിച്ചറിയാം. 1% പോലും. ഇത്ര കാലം മെനക്കെട്ടിട്ട് സ്വന്തം പാർട്ടി അംഗങ്ങളെ പോലും നടപ്പിലാക്കാൻ സാധിക്കാത്ത ദൗത്യമാണോ പിഞ്ചു കുഞ്ഞുങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്നത്? ഇത് പറയണം നാം. ഇത് മുസൽമാന്റെ അധികാരമാണ്, അവകാശമാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സമീപനം. നടത്തില്ല. ഞങ്ങളുടെ ദേശീയ ബോധം ചോദ്യം ചെയ്യാൻ ഒരു കുട്ടിക്കും അവകാശമില്ല. അതുകൊണ്ട് നമുക്ക് പിരിയാം. എന്താണ് ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഈ ഒരു സദസ്സിലിങ്ങനെ ഒരുമിച്ച് കൂടി പിരിയുമ്പോൾ നമുക്കെടുക്കാവുന്നൊരു തീരുമാനമുണ്ട്. അതെന്താണെന്നറിയോ? ഇന്ത്യ ലോകത്തിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നൊരു നാടാണ്. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ ദോഹയിലൊരു പ്രസംഗം എടുത്തു ധരിക്കട്ടെ. ഞാൻ ദോഹയിലൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു പോയി നോക്കൂ. നിങ്ങൾ നേരെ നിങ്ങളെത്തല്ലേ എവിടെയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടില്ലല്ലോ. എന്നാ നാട്ടിൽ ചെല്ലേ അല്ലാഹു അക്ബർ എന്ന് മുഴക്കി മുദ്രാവാക്യം നടത്തിപ്പോ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരും, നിങ്ങൾ പോയിക്കോളി പറഞ്ഞില്ല. അതാണ് ഇന്ത്യ. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും പോയി പറഞ്ഞോളൂ. ഏത് വലിയ ഹൈന്ദവ ദേവാലയത്തിന്റെ അരികിൽ പോയി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചോളൂ. ഇന്ത്യൻ പ്രസിഡന്റിന് കത്തെഴുതിക്കോ ഇസ്ലാമിലേക്ക് വരാൻ. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. വിശാലമായ മതസ്വാതന്ത്ര്യം, വിശാലമായ മതപ്രബോധന സ്വാതന്ത്ര്യം, വിശാലമായ മത ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യം അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലും ഇല്ലെന്ന് ഞാൻ പറയില്ല. എങ്കിൽ പോലും ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട ഒരു വിഭാഗം, ഒരു ജനത. അറിയോ നിങ്ങൾ? ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രീയ വിഭാഗങ്ങളെയും ആ അണികളിൽപ്പെട്ടവരെയും ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ, അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള ബോധം നമുക്കുണ്ടാവണം. ഇത് ആരാ പറയേണ്ടത്? ഇത് പള്ളി മെമ്പറിൽ പറയണമെന്ന് പഠിക്കുന്നവനാ ഞാൻ. അതെ, ഫാസിസ്റ്റ് ശക്തികളുടെ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത പോലും ഉണ്ടാക്കരുത്. അതൊരു നിഷേധാത്മകമായ നിലപാടിലൂടെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും അവർ വരാനുള്ള ഇട പോലും ഉണ്ടാക്കി കൊടുക്കരുത്. അതാ മുസൽമാന്റെ തീരുമാനം. തുറന്ന് പറയണം, പറഞ്ഞു പഠിപ്പിക്കണം, ഉച്ചസ്ഥരം പറയണം. ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയിൽ ഒരിടത്തും അധികാരത്തിൽ വരരുത്. അത് സംസ്ഥാനങ്ങളിലായാലും പഞ്ചായത്തിലായാലും കേന്ദ്ര തലത്തിലായിരുന്നാലും വരരുത്. അവരെ ഇല്ലാതാക്കാനുള്ള കൂട്ടുകൂടൽ, അതാണ് മുസൽമാൻ എടുക്കുന്ന തീരുമാനം. ഒന്ന്. രണ്ടാമതൊരു തീരുമാനമുണ്ട്. അതെന്താണെന്നറിയോ? ജാതിയുടെ പരിഗണനയില്ലാതെ, മതത്തിന്റെ അതിർവരമ്പുകളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുക.
അവന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, അവനെ പിന്തുണക്കുക. സ്നേഹ സൗഹാർദ്ദമായ സൗകര്യങ്ങൾക്ക്, മനുഷ്യർ പരസ്പരം ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങൾക്ക് മതങ്ങളെ പരിധി പറഞ്ഞിട്ടില്ലാത്തൊരു ദീനിന്റെ ആളുകളാണ് നമ്മള്. അതുകൊണ്ട് നമ്മോട് സ്നേഹം കാണിച്ചുകൊണ്ടും നമ്മെ സ്നേഹിച്ചുകൊണ്ടും ഒരുമിച്ച് കഴിയുന്നവരോട് മുഴുവൻ അതിനനുസരിച്ച സ്നേഹം തിരിച്ചു കൊടുക്കുക എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു തരം ഐഡന്റിറ്റി കളഞ്ഞു കുളിച്ച അടിമത്വമായി മാറരുത് എന്ന മുന്നറിയിപ്പ് കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. സഹവർത്തിത്വം, സമത്വം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മതപരമായ അടിമത്വമല്ല. സ്വന്തം ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഖുർആനിന്റെ പ്രവാചകചര്യയുടെ പാഠങ്ങൾ അത് പാലിച്ചുകൊണ്ട് തന്നെ ആ സ്വന്തം ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇതരരുമായുള്ള എല്ലാം മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്നേഹം, സന്മനസ്സം കാണിക്കുക, ആ ഒരു വിശാലമായ ഭാഗം കാണിക്കുക ദീൻ എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്. നാം യാത്ര പറയുമ്പോൾ പടച്ചവന്റെ ചില വചനങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ഞാൻ പിരിയട്ടെ. ഒരു സമൂഹം സ്വയം മാറ്റത്തിന് തയ്യാറാകുന്നത് വരെ ആ സമുദായത്തെ അള്ളാഹു മാറ്റുകയില്ല. മുസൽമാന്റെ ഇന്നത്തെ അവസ്ഥകളെയും ചുറ്റുപാടുകളെയും ഭീഷണികളെയും മറ്റുള്ളവയെയും കുറിച്ച് നാം മേവലാതിപ്പെടുമ്പോ നാം പടച്ചവന്റെ വചനത്തിലേക്ക് വരിക. നമ്മിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അത് തൗഹീദിൽ വരേണ്ട മാറ്റങ്ങൾ എന്ന് വെച്ചാൽ തൗഹീദിൽ വന്ന അബദ്ധങ്ങൾ വന്ന് തിരിച്ചു വരേണ്ട മാറ്റങ്ങൾ, ഖുർആനിലേക്ക് വരേണ്ട മാറ്റങ്ങൾ, വിശ്വാസപരമായ അത്തരം തെറ്റുകളിൽ നിന്ന് തിരിച്ചു വരേണ്ട മാറ്റങ്ങൾ, മറ്റ് ജീവിതത്തിലെ സ്വഭാവങ്ങൾ, മറ്റു വിഷയങ്ങളിൽ ഖുർആനികമായ ഒരു ജീവിതത്തിന്, അള്ളാഹു നിർദ്ദേശിച്ച ഒരു ജീവിതത്തിന്, മുസൽമാനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാറ്റം വരണം. ഈ വരുന്ന റമദാനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മാറ്റത്തിന് തയ്യാറാവുക. ഞാൻ ഒരാൾ കേടുവന്നാൽ എന്തുകൊണ്ടാണ്, എന്ത് വരാനാണെന്ന് ചിന്തിക്കരുത്. ഒരാൾ പോലും കേടുവരാത്ത വിധത്തിൽ എല്ലാവരും മതപരമായ ആ ഒരു ചുറ്റുവട്ടത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ ഈ ഉമ്മത്തിനെ തേടി വരും. ഇപ്പോൾ വരുന്നതിനേക്കാളേറെ അതാ വിശുദ്ധ ഖുർആന്റെ വാഗ്ദാനം. നിങ്ങളൊരു മധ്യമ സമുദായമാണ്, മറ്റുള്ളവർക്ക് സാക്ഷികളാണ് നിങ്ങൾ. ഇതിന്റെ ആശയം എന്താണെന്നറിയോ? പടച്ചവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സന്ദേശമില്ലേ, വിശുദ്ധ ഖുർആന്റെ സന്ദേശം, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ സന്ദേശം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ സന്ദേശം, അത് സ്വന്തം കൈവശം വെക്കാനല്ല, കൊടുക്കാൻ പറഞ്ഞതാ. അതിന് സഫർ പോകണമെന്നില്ല. അവനാന്റെ നാട്ടിലെ അടുത്ത് മലത്ത് താമസിക്കുന്നില്ലേ, അവർക്ക് കൈമാറി അവരോട് സ്നേഹപുരസ്സരം പറയണം, എനിക്ക് നിന്നെ ഇഷ്ടമാ, പക്ഷെ നിന്റെ ഈ ജീവിതയാത്ര നിന്റെ അന്ത്യം കുറിക്കുമ്പോൾ നീ പരാജയത്തിലെത്തിപ്പെടുമോ എന്ന് എനിക്ക് ഭയപ്പാടുണ്ട്. അതുകൊണ്ട് നിനക്ക് വരാനിരിക്കുന്ന ജീവിതത്തിൽ